നമസ്കാരം. വയനാട് ദുരന്തം നടന്നിട്ട് 3 മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ദുരന്ത ഭൂമിയിലെത്തുകയും ദുരന്തബാധിതരെ സന്ദർശിച്ച് അവർക്ക് എല്ലാവിധ പിന്തുണയും അറിയിക്കുകയും ഒക്കെ ചെയ്തു. എന്തായാലും പ്രധാനമന്ത്രി ദുരന്തഭൂമി സന്ദർശിച്ചതോടെ എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ഉപേക്ഷിച്ച് കളയില്ല, ഈ ദുരന്തബാധിതരെ ഉപേക്ഷിച്ച് കളയില്ല, അവർക്ക് വേണ്ട ജീവിത സാഹചര്യം ഒരുക്കും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനോ കേരളത്തിന് മതിയായ ധനസഹായം നൽകാനോ കേന്ദ്രം തയ്യാറാകുന്നില്ല എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. എന്തായാലും ഇതിനെതിരെ ഇടതുപക്ഷവും വലതുപക്ഷവും അതിശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുകയാണ്. സ്വാഭാവികമായും ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, കേരളത്തോട് എന്തുകൊണ്ടാണ് കേന്ദ്രം ഇത്തരത്തിലൊരു വിവേചനം കാണിക്കുന്നത് എന്നൊരു സംശയം ന്യായമായും നമുക്ക് തോന്നും. അതിന് നമ്മൾ കണ്ടെത്തുന്ന ഉത്തരം, പിണറായി വിജയൻ സാറിൻ്റെ സർക്കാർ ഇത്രയധികം ദൂർത്തടിക്കുന്നത് കൊണ്ടും കിട്ടാവുന്നിടത്തു നിന്നെല്ലാം കടം വാങ്ങുന്നത് കൊണ്ടുമൊക്കെയാണ്. അതായത് ഈ കേന്ദ്രം നൽകുന്ന ധനസഹായം അർഹരായവരുടെ കൈകളിലേക്ക് എത്തില്ല എന്ന ഒരു കണക്കുകൂട്ടൽ ഉള്ളത് കൊണ്ടായിരിക്കാം കേരളത്തിന് ഈ ഒരു ധനസഹായം നൽകാത്തത് എന്നൊക്കെ നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കാം. എന്നാൽ അതിനെ മറ്റൊരു തരത്തിൽ നമുക്ക് ചിന്തിക്കാം. കാരണം കേരളത്തിൽ CPM-ന് അനുകൂലമായിട്ടുള്ള ഒരു സഹതാപ തരംഗം ഉണ്ടാക്കുക എന്നുള്ളത് ഇപ്പോൾ BJP-യുടെ കൂടി ഒരു ബാധ്യതയാണ്. കാരണം 1.5 വർഷം കൂടി കഴിയുമ്പോൾ നിയമസഭാ ഇലക്ഷനാണ്. ഈ നിയമസഭാ ഇലക്ഷനിൽ എന്തൊക്കെ ഗിമ്മിക്കുകൾ കാണിച്ചാലും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് 2 അല്ല 100 വട്ടം ആലോചിക്കേണ്ട ഗതികേടിലാണ് കേരളത്തിലെ ജനങ്ങൾ. അതുകൊണ്ട് തന്നെ അവർക്ക് അനുകൂലമായിട്ടുള്ള എടുത്തു പറയാൻ തക്ക യാതൊരു കാരണങ്ങളുമില്ല. ഇനി കിറ്റോ മറ്റോ കൊടുത്ത് വോട്ട് വാങ്ങാമെന്ന് വെച്ചാലോ, ഈ കിറ്റിനകത്തുള്ള മുളക് പൊടി പൊട്ടിച്ച് കണ്ണിലെറിയും വോട്ട് ചോദിക്കാൻ ചെല്ലുന്നവരുടെ. ആ കണക്കിൽ കേരളത്തിലെ ജനങ്ങൾ അമർഷത്തിലാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണത്തിൽ. അതുകൊണ്ട് തന്നെ BJP-ക്ക് ഒരു അനുകൂല തരംഗം CPM-ന് ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു ഗതികേടിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കേന്ദ്രം ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായിട്ട് സംസ്ഥാനത്തിന് ധനസഹായം നൽകില്ല എന്ന് പറയുമ്പോൾ അതിനെ PR ഏജൻസികളും അതുപോലെ അന്തം കമ്മികളും സൈബർ സഖാക്കളും ഒക്കെ അതിനെ മറ്റൊരു തരത്തിലേക്ക്, അതായത് കേന്ദ്രം കേരളത്തെ ഒറ്റപ്പെടുത്തുകയാണ്, ഇതിനെല്ലാം അതിജീവിക്കേണ്ടത് പിണറായി വിജയൻ സാറാണ്, അതുപോലെ ഇടതുപക്ഷ സർക്കാരാണ് എന്നൊക്കെയുള്ളൊരു പ്രചാരണം അവർ ശക്തമാക്കി കൊണ്ടുവരും. ഈ ശക്തമാക്കി കൊണ്ടുവരുമ്പോൾ തന്നെ കുറേ ആളുകളുടെ തലയിലേക്കെങ്കിലും ഇതിനെ അവർ കുത്തിവെച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം. ഇനി ഒരു തവണ കൂടി LDF അധികാരത്തിൽ വന്നാൽ മാത്രമേ BJP-ക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമുണ്ടാവൂ. അതായത് കേരളത്തിൽ കോൺഗ്രസ് തകരണമെങ്കിൽ പിണറായി വിജയൻ സാറിൻ്റെ ഭരണം തുടരണം. ഇത് BJP-ക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഒരു അനുകൂല സാഹചര്യം, ഒരു സഹതാപ തരംഗം ജനങ്ങൾക്കിടയിൽ CPM-ന് അല്ലെങ്കിൽ LDF-ന് ഉണ്ടാക്കി കൊടുക്കുക, പിണറായി വിജയൻ സാറിൻ്റെ സർക്കാരിന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം ഇത്തരത്തിൽ വലിയൊരു ദുരന്തമുണ്ടായിട്ടും ഈ ദുരന്തങ്ങളെല്ലാം വന്ന് നേരിട്ട് പ്രധാനമന്ത്രി കണ്ടിട്ടും പ്രധാനമന്ത്രി അത്തരത്തിലൊരു വിടുവാക്ക് പറയുന്ന ഒരാളല്ല. അദ്ദേഹം മനസ്സിലുള്ള ആളാണ്. അദ്ദേഹം ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ നടപടിക്രമങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ എടുക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ, വയനാട് വിഷയത്തിൽ അദ്ദേഹം കണ്ണടച്ചിരിക്കുന്നു. ഇന്നലെ തന്നെ നട്ടെല്ല് തകർന്ന അനിൽകുമാർ എന്നൊരു വ്യക്തിയെ പ്രധാനമന്ത്രി നേരിട്ട് കണ്ട് ആശ്വസിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന് ആവശ്യമായ ചികിത്സാ സഹായങ്ങളൊക്കെ നൽകാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇതുവരെ യാതൊരു സഹായങ്ങളും നൽകിയിട്ടില്ല എന്നാണ് ഈ അനിൽകുമാറും ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിന് നേർക്ക് കണ്ണടച്ചിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് കൂടുതൽ ഗുണം ചെയ്യുക ഈ പറയുന്ന CPM-നാണ്, LDF-നാണ്, പിണറായി വിജയൻ സാറിനാണ്, അദ്ദേഹത്തിൻ്റെ സർക്കാരിനാണ്. ഇനി BJP-ക്കാണ് ഒരു അനുകൂല തരംഗം ഉണ്ടാക്കേണ്ടതെങ്കിൽ തീർച്ചയായും കേന്ദ്രം മുന്നിട്ട് നിന്ന് ദുരന്തബാധിതർക്ക് ആവശ്യമായിട്ടുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളും അവർക്കുള്ള സാമ്പത്തിക സഹായങ്ങളും ഒക്കെ ചെയ്യാം. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, അവരുടെ വായ്പ പോലും എഴുതി തള്ളില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതാത് ബാങ്കുകൾക്ക് തീരുമാനിക്കാമെന്നാണ് പറയുന്നത്. ആലോചിച്ച് നോക്കൂ, ഇത്രയധികം നഷ്ടപ്പെട്ടു. അവരുടെ കിടപ്പാടവും ജീവനും ജീവിതവും ഉടുവസ്ത്രം വരെ നഷ്ടപ്പെട്ട് പലയിടങ്ങളിലായി ചിതറിപ്പോയ മനുഷ്യരുടെ വായ്പ പോലും തിരിച്ചടയ്ക്കണമെന്ന് വാശി പിടിക്കുമ്പോൾ അവിടെ ഇതിനെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഒരു അനുകൂല തരംഗം LDF-ന് ഉണ്ടാക്കി കൊടുക്കാൻ തന്നെയാണ് BJP-യുടെ തീരുമാനം എന്ന് നാം അനുമാനിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും 1.5 കൊല്ലം കൂടി കഴിയുമ്പോൾ വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ തീർച്ചയായും CPM-ന് പറയാൻ കഴിയും, കേന്ദ്രം ഞങ്ങൾക്കായി ഒന്നും ചെയ്തില്ല, ദുരന്തബാധിതർക്കായി ഒന്നും ചെയ്തില്ല, കേന്ദ്രം ചിറ്റമ്മ നയമാണ് സ്വീകരിക്കുന്നത് എന്നൊക്കെയുള്ള പല വാദങ്ങൾ BJP-ക്ക് എതിരായിട്ട് ഉയർത്താൻ വേണ്ടി CPM-ന് കഴിയും. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ ഒരു നിഷേധത്തിലൂടെ, ഈ ഒരു സാമ്പത്തിക നിഷേധത്തിലൂടെ BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന് വേണം അനുമാനിക്കാൻ. എന്തായാലും ഈ പറയുന്ന കോൺഗ്രസ് ഒരു തവണ കൂടി അധികാരത്തിൽ വന്നാൽ, അടുത്ത തവണ കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഒരിക്കലും BJP-ക്ക് പെട്ടെന്നൊന്നും ഒരു തിരിച്ചുവരവ് സാധ്യമാകില്ല. ഇപ്പോൾ തന്നെ ഉണ്ടായിരുന്ന ഒരു സീറ്റ് കൂടി നഷ്ടപ്പെട്ടു, MLA സ്ഥാനം കൂടി, നിയമമണ്ഡലം കൂടി നഷ്ടപ്പെട്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണ് BJP ഇപ്പോഴും സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നതും ഈ ഒരു തരത്തിൽ എങ്ങനെയോ പാർട്ടി പൊയ്ക്കോട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല എന്നുള്ള മട്ടിൽ ദേശീയ നേതൃത്വം പോകുന്നതും എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ എന്തായാലും ഇതിൽ നിന്നൊക്കെ വായിച്ചെടുക്കേണ്ടത് കേരളത്തിൽ UDF-നെ തകർക്കുക എന്നുള്ളതാണ്. UDF-നെ തകർക്കുകയും അതുവഴി പിണറായി വിജയൻ സാറിന് ഭരിക്കാനുള്ള ഒരു അവസരം കൂടി കൊടുക്കുകയും അതിനുശേഷം മുഖ്യ പ്രതിപക്ഷ സ്ഥാനം
നേതൃസ്ഥാനത്തോ അതിനുശേഷം പിന്നീട് ഭരണത്തിലോ എത്താമെന്നുള്ള ഒരു പ്രതീക്ഷ എന്തായാലും BJPക്ക് ഉണ്ടായിരിക്കണം എന്ന് നമുക്ക് കരുതേണ്ടി വരും.